തേറ്റ ഒരു ചെറിയ സിനിമയാണെന്ന് പറയുമ്പോൾ വെറും 1.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു കുഞ്ഞു സിനിമ. ആ ഒരു 1.5 മണിക്കൂറുള്ള സിനിമയെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ. എല്ലാം പുതിയ ഡയറക്ടറൊക്കെയാണ്. പിന്നെ നായകൻ നമ്മുടെ അമീർ നിയാസാണ്. അമീർ നിയാസാണ് ഈ സിനിമയെ കൊണ്ടുപോകുന്നതാണ്. പുള്ളിയുടെ ഒരു വൺ മാൻ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരുന്നു പുള്ളി. നല്ല ആക്ഷനും പുള്ളിയുടെ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഒരുപാട് ഉപകഥകളൊന്നും ഇല്ലാതെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ആയിട്ട് പോകുന്ന ഒരു കഥയാണ് സിനിമ. അതിലൊരു ബൈ റൂട്ടും അങ്ങനെയൊന്നുമില്ല, ഒരു ഡൈവേർഷൻസ് ഒന്നുമില്ല. നേരെ പോകുന്ന ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കഥയെ ഒരു ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കാട്ടിലൊക്കെ ഒരുപാട് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഷൂട്ടിങ്ങിന് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാടിനകത്ത് ഒരുപാട് ഷൂട്ട് നടന്നിട്ടുണ്ട്. ഉള്ള സിനിമയെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അമീർ നിയാസ് ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ആദ്യത്തെ സിനിമയുടെ ആദ്യത്തെ ഷോ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പുതുമുഖങ്ങളെന്ന് പറഞ്ഞ സിനിമ. അപ്പോഴൊക്കെ അതിൽ ആക്ടിങ് കണ്ടിട്ട് ഞാൻ വിചാരിക്കും മലയാളത്തിലെ ഭാവിയിൽ വളരെ വാഗ്ദാനം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ പുള്ളിക്ക് എന്തോ ഈ പറഞ്ഞ പോലെ നല്ലൊരു ആക്ടറായിട്ടും പുള്ളിക്കും നല്ല സിനിമകളൊന്നും കിട്ടില്ല. ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിൽ പിന്നീട് ചെയ്തു പോയിട്ടുള്ള അല്ലാതെ നല്ല സിനിമകളൊന്നും പുള്ളിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പുള്ളിക്ക് നല്ലൊരു മൂവി കൊടുത്തിട്ടുള്ള പത്മകുമാറാണ്. പുള്ളി ഇതിൽ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ സുദേവ് നായറും അമീർ നിയാസും കൂടെയുള്ള നായകനാക്കിയിട്ട് പത്മകുമാർ സംവിധാനം ചെയ്ത സിനിമ. അതിന് ശേഷം എനിക്ക് തോന്നുന്നു നല്ല ഒരു ക്യാരക്ടർ പുള്ളിക്ക് ഈ സിനിമയിലാണ് കൊടുത്തിട്ടുള്ളത്. പടം പറഞ്ഞു പോകുന്ന നമ്മുടെ തേറ്റ എന്നുള്ള പേര് തന്നെ അറിയാം. നമ്മുടെ പന്നിയുടെ തേറ്റ അത് തന്നെ. അപ്പം പന്നിയുടെ ആക്രമണത്തിൽ കുറേ പേര് മരിക്കുന്നതും അതിനെ വേട്ടയാടാൻ പോകുന്നതും എന്ന് പറഞ്ഞാൽ വളരെ കാലികമായിട്ടുള്ള, നമ്മുടെ കഴിഞ്ഞ മാസം തന്നെ നമ്മുടെ കേരളത്തിൽ പന്നിയുടെ ആക്രമണത്തിൽ പലരും മരിച്ചുപോയ ഇതൊക്കെയുണ്ട്. പിന്നെ പന്നി ക്ഷുദ്രജീവിയാണെന്ന് ഒരു സംസ്ഥാനം പറയും, പന്നി ക്ഷുദ്രജീവി അല്ല എന്ന് കേന്ദ്രം പറയും, പിന്നെ കോടതി മറ്റൊന്ന് പറയും. പക്ഷെ എന്തായാലും ഈ പന്നിയുടെ ശല്യം കൊണ്ട് പൊതുജനത്തിന് വളരെയധികം കൃഷിക്കും എല്ലാം വളരെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പറ്റിയ ഒരു സിനിമയാണ്. പന്നിയെ വേട്ടയാടുന്നതും അതൊക്കെയാണ് അതിലെ